ഇന്ന് നമ്മളൊരു സാധാരണ ജീവിതത്തിൽ നിന്ന് അസാധാരണമായ ഒരു മാറ്റത്തിലേക്കെത്തിയ കഥയാണ് കേൾക്കാൻ പോകുന്നത്. അതെ. ജിതേൻ ആൻഡ് കാമിനി ലധാനി ലൈഫ്സ്റ്റൈൽ വിന്നിംഗ് ടീം എന്ന വീഡിയോ, അതാണ് നമ്മുടെ ഇന്നത്തെ ഈയൊരു ആഴത്തിലുള്ള സംസാരത്തിന്റെ അടിസ്ഥാനം. തീർച്ചയായും. എങ്ങനെയാണ് ഒരാളുടെ ജീവിതം ചിലപ്പോൾ കടക്കണിയിലായിരിക്കും, അല്ലെങ്കിൽ വലിയ നിസ്സഹായാവസ്ഥയിലായിരിക്കും, അവിടെ നിന്ന് സ്വപ്നം കണ്ടൊരു ജീവിതത്തിലേക്ക് എത്തുന്നത്? അതിന് വളരെ ലളിതമായൊരു വഴിയുണ്ടോ? നമ്മളീ പറയുന്ന പോലെ കഠിനാധ്വാനം എന്നതിനേക്കാൾ ഒരു സിസ്റ്റത്തിലുള്ള വിശ്വാസം, പിന്നെ അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു ലളിതമായ സമർപ്പണം, അത് മതിയോ? ശരിയാണ്. ജിതേൻ കാമിനി ലധാനി ദമ്പതികളുടെ അനുഭവത്തിലൂടെ നമുക്കിതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഒരുപക്ഷെ നിങ്ങളൊരു പുതിയ അവസരം തേടുകയാണെങ്കിൽ ഈ സംഭാഷണം നിങ്ങളെ സഹായിച്ചേക്കാം. അതെ, ഈ കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതാണ്, ആ പ്രതിസന്ധി. അതിൽ നിന്ന് ഇങ്ങനെയൊരു വലിയ വിജയത്തിലേക്ക് എത്തിയത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ വിവരങ്ങൾ അനുസരിച്ച് ഇതൊരു ഭാഗ്യമോ യാദൃച്ഛികതയോ അല്ല, മറിച്ച് ഒരു പ്രത്യേക സിസ്റ്റം, അതിലുള്ള ഒരു ഉറച്ച വിശ്വാസം, പിന്നെ ആ സിസ്റ്റം പറഞ്ഞ കാര്യങ്ങൾ അതേപടി പിന്തുടർന്നതും, അതാണ് കാരണം. ശരിയാണ്. നമുക്ക് ആ യാത്രയുടെ തുടക്കത്തിലേക്ക്, എങ്ങനെയായിരുന്നു അവരുടെ അവസ്ഥ എന്നതിലേക്കൊന്ന് പോയി നോക്കാം. അതെ, ജിതേൻ ലധാനി തന്നെ പറയുന്ന കാര്യങ്ങൾ വെച്ച് തുടങ്ങാം. അദ്ദേഹം പറയുന്നുണ്ട്, ഏകദേശം 30 മാസം, അതായത് ഒരു 2.5 വർഷം, അല്ലേ? അതുകൊണ്ടൊരു പ്രധാനപ്പെട്ട സാമ്പത്തിക ലക്ഷ്യം നേടി എന്ന്. പക്ഷേ അതിനു പിന്നിൽ ഒരു വലിയ സമർപ്പണമുണ്ടായിരുന്നു. നദീൻ ദേഖ ന രാത് ദേഖി, പകലും രാത്രിയും നോക്കാതെയാണ് പ്രവർത്തിച്ചത് എന്ന്. എവിടെയാണ് കഴിച്ചത്, എവിടെയാണ് ഉറങ്ങിയത് എന്നുപോലും ഓർമ്മയില്ല എന്ന് പറയുമ്പോൾ ആ ഒരു തീവ്രത നമുക്കൂഹിക്കാം. എന്തായിരുന്നു അതും നമ്മൾ അറിയണം. വെറുതെ ഒരാളിങ്ങനെ രാവും പകലും ഇല്ലാതെ പണിയെടുക്കില്ലല്ലോ. ഇല്ല. വീഡിയോയിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഖാനേ കി ഭി പൈസേ നഹീ ഥേ. ഓർത്തു നോക്കൂ, കഴിക്കാൻ പോലും പണമില്ലാത്തൊരവസ്ഥ. ശരിക്കും കഷ്ടപ്പാട് തന്നെ. അതെ. അച്ഛൻ അസുഖബാധിതനായി, വരുമാനം ഒന്നുമില്ലാതായി, കടങ്ങൾ കൂടി വന്നു. കിത്ന കർജാ ലേക്കർ ചലെ, മുന്നോട്ട് എന്ത് ചെയ്യുമെന്നറിയാത്തൊരവസ്ഥ, എല്ലാ വഴിയും അടഞ്ഞ പോലെ, ആ ഒരു നിസ്സഹായ അവസ്ഥ. ആ അവസ്ഥയിൽ നിന്നാണ് ഒരു മാറ്റം വേണം, എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നൊരു ചിന്ത വരുന്നതല്ലേ? അതെ, അവിടെയാണ് ടേണിംഗ് പോയിന്റ്. എല്ലാം തീർന്നു എന്ന് കരുതിയ ആ ഒരു പോയിന്റിൽ വെച്ചാണ് വർഷങ്ങൾക്ക് മുൻപ് കേട്ടറിഞ്ഞ ഒരു ബിസിനസ് അവസരം, ഈ വിന്നിംഗ് ടീം സിസ്റ്റം, അതിനെക്കുറിച്ച് അദ്ദേഹം വീണ്ടും ഓർക്കുന്നത്. അദ്ദേഹത്തിന് പണ്ടേ ഒരു ആഗ്രഹമുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. മുझे ഡ്രീം തോ താ ഹി പഹലേ സെ ഹി, എന്തെങ്കിലും വലുതായി ചെയ്യണം, ഒരു നല്ല ജീവിതം വേണമെന്നൊക്കെ. ശരിയാണ്. ഒരുപക്ഷേ ആ പ്രതിസന്ധി ഘട്ടത്തിലായിരിക്കാം അദ്ദേഹം തിരിച്ചറിഞ്ഞത്, ആ സ്വപ്നത്തിലേക്കുള്ള ഒരു ലളിതമായ വഴി, ഒരു സാധ്യത ഈ സിസ്റ്റത്തിലുണ്ട് എന്ന്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. കാരണം ആ തിരിച്ചറിവ് മാത്രം പോരല്ലോ, അത് പ്രാവർത്തികമാക്കണം. അദ്ദേഹം പറയുന്നൊരു വാചകം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. സിസ്റ്റം മേ ജോ ബോല ഓർ മേ ജോ കഹു വഹി കർത്തേ ഗയേ. അതെ. അതായത് സിസ്റ്റം എന്തു പറഞ്ഞോ, അദ്ദേഹത്തിന്റെ അപ്ലൈൻ, അതായത് വഴികാട്ടി എന്ത് പറഞ്ഞോ, അത് അതേപടി ചോദ്യം ചെയ്യാതെ അങ്ങ് പിന്തുടർന്നു. അതിലാണ് കാര്യം. സ്വന്തമായിട്ട് പുതിയ വഴികൾ കണ്ടുപിടിക്കാൻ പോയില്ല. ഇല്ല. അതാണ് പലപ്പോഴും ആളുകൾക്ക് പറ്റുന്നത്. സ്വന്തമായി ബുദ്ധി ഉപയോഗിച്ച് പുതിയ വഴികൾ തേടി സമയം കളയും. പക്ഷെ ഇവിടെ വിജയം തെളിയിച്ച ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ ഒരു സിസ്റ്റം, അതിനെ അങ്ങ് വിശ്വസിച്ചു. അതിലെ ലളിതമായ സ്റ്റെപ്പുകൾ അതുപോലെ ചെയ്തു. ഇതിന് വലിയ വിദ്യാഭ്യാസമോ കഴിവോ ഒന്നും വേണ്ടി വന്നില്ല. വേണ്ടത് ആ വിശ്വാസവും പിന്നെ അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ളൊരു മനസ്സും ലളിതമായൊരു സമർപ്പണവും. അതെ, ആ ഒരു സിമ്പിൾ ഡെഡിക്കേഷൻ. പലപ്പോഴും കാര്യങ്ങൾ സിമ്പിളായിരിക്കുമ്പോഴാണ് വിജയം എളുപ്പമാവുന്നത്, അല്ലേ? നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആക്കുമ്പോഴാണ് പ്രശ്നം. ശരിയാണ്. ഇവിടെ അദ്ദേഹം ചെയ്തതാണ്. ലളിതമായ വഴി തിരഞ്ഞെടുത്തു, വിശ്വസിച്ചു, മുന്നോട്ടുപോയി. ഫലങ്ങളാണെങ്കിലോ അത്ഭുതമെന്ന് തന്നെ പറയണം. വെറും 6 മാസം കൊണ്ട് ഒരു പുതിയ i20 കാർ വാങ്ങിയെന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ പ്രയാസം തോന്നും, അല്ലേ? പക്ഷേ അതാണ് സിസ്റ്റത്തിന്റെ പവർന്ന് പറയുന്നത്. അതൊരു തുടക്കം മാത്രമായിരുന്നു. അതെ, ആ ആദ്യത്തെ ഒരു വിജയം, ആ കാർ, അത് അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് എത്ര കൂട്ടിയിട്ടുണ്ടാവും. തീർച്ചയായും. സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട് എന്നതിന്റെ ആദ്യത്തെ ഒരു പ്രൂഫ്. അതോടെ കൂടുതൽ ഊർജത്തോടെ അദ്ദേഹം മുന്നോട്ടു പോയി. അദ്ദേഹം പറയുന്നുണ്ടല്ലോ, 39 മാസം കൊണ്ട്, അതായത് ഒരു 3.25 വർഷം. അപ്പോഴേക്കും മറ്റൊരു വലിയ നേട്ടം കൈവരിച്ചു. ഉസ്കെ ബാദ് തോ ഹമാരെ പൂരാ തൂഫാൻ സാ ഗയ. അതിനുശേഷം ജീവിതത്തിലൊരു കൊടുങ്കാറ്റ് പോലെയായിരുന്നു മാറ്റങ്ങൾ വന്നതെന്ന്.
ആ വേഗത, ആ ഒരു വളർച്ച, അതാണ് ഈ സിസ്റ്റം ഫോളോ ചെയ്യുന്നതിന്റെ ഒരു ഗുണം. നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും വേഗത്തിൽ ലക്ഷ്യത്തിലെത്താൻ പറ്റും. അതെ. പക്ഷേ ഈ യാത്ര അത്ര എളുപ്പമായിരുന്നില്ലല്ലോ തുടക്കത്തിൽ. വെല്ലുവിളികളുണ്ടായിരുന്നു. തീർച്ചയായും. ഏറ്റവും വിഷമിപ്പിക്കുന്ന കാര്യം, സ്വന്തം വീട്ടുകാർ പോലും ഇതിനെ ഒരു പ്രാന്തായിട്ടാണ് കണ്ടത് എന്ന് പറയുന്നു. പരിവാർ വാലെ കഹത്തെ ഹേ കി യേ പാഗൽപൻ കർ രഹേ ഹോ. അത് സാധാരണമാണ്. പുതിയൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ, പ്രത്യേകിച്ച് ഇതുപോലെ ഡയറക്റ്റ് സെല്ലിംഗ്, ആളുകൾക്കത്ര പരിചയമില്ലാത്തൊരു മേഖലയിലേക്ക് വരുമ്പോൾ സംശയങ്ങളുണ്ടാവും, എതിർപ്പുകളുണ്ടാവും. അതെ. നിങ്ങൾക്കൊരു പക്ഷേ അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. ആളുകൾ പെട്ടെന്ന് വിശ്വസിക്കില്ല, പ്രത്യേകിച്ച് വലിയ വിജയങ്ങളെക്കുറിച്ച് പറയുമ്പോൾ. ശരിയാണ്. പക്ഷേ ജിതേൻ ലധാനിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിനൊരു ക്ലിയർ വിഷൻ ഉണ്ടായിരുന്നു. താൻ ചെയ്യുന്നത് ശരിയാണ്, ഈ സിസ്റ്റം വർക്ക് ചെയ്യുമെന്ന് ഉറച്ച വിശ്വാസം. അതുകൊണ്ട് എതിർപ്പുകളെയൊന്നും കാര്യമാക്കിയില്ല. ഇല്ല, ലക്ഷ്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്തു. അവിടെയാണ് ആ ഒരു വ്യക്തിപരമായ ഉറച്ച തീരുമാനവും സിസ്റ്റത്തിലുള്ള വിശ്വാസവും പ്രകടമാവുന്നത്. പിന്നെ സംഭവിച്ചതോ? ആ എതിർത്തവരൊക്കെ മാറി ചിന്തിക്കാൻ തുടങ്ങി. അതെ, അതാണ് രസകരം. വിജയം കാണുമ്പോൾ ആളുകൾ മാറും. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ജോ സബ് മനാ കർ രഹേ ഥേ സബ് ലോഗ് ഭി തോടാ ചേഞ്ച്. തുടക്കത്തിൽ എതിർത്ത അതേ ആളുകൾ അദ്ദേഹത്തിന്റെ വിജയം നേരിട്ട് കണ്ടപ്പോൾ അവരുടെ മനോഭാവം മാറി. അത് സ്വാഭാവികമാണ്. നമ്മുടെ വാക്കുകളേക്കാൾ ഉറക്കെ സംസാരിക്കുന്നത് നമ്മുടെ പ്രവൃത്തികളും ഫലങ്ങളുമാണ്. അതെ. സംശയങ്ങളെയും എതിർപ്പുകളെയും ഇല്ലാതാക്കാൻ ഏറ്റവും നല്ല മരുന്ന് വിജയം തന്നെയാണ്. ശരിയാണ്. ആ ഒരു മാറ്റം, അത് അദ്ദേഹത്തിന് വ്യക്തിപരമായി വലിയ സന്തോഷം നൽകിയിട്ടുണ്ടാവും. അതിലുപരി അത് മറ്റുള്ളവർക്കും ഒരു സന്ദേശമായില്ലേ. കൈ ലോക് സഫൽ നെഹി ഹോ പാത്തെ, ഇനോനെ കർ ദിഖായാ ഹേ. അതായത് സാധാരണ ആളുകൾക്ക് ഇത് പറ്റില്ല എന്ന് കരുതുന്ന ഒരു കാര്യത്തിൽ ഇദ്ദേഹം വിജയിച്ചു കാണിച്ചു എന്ന് മറ്റുള്ളവർ പറഞ്ഞു തുടങ്ങി. അതെ, ഇതാ സിസ്റ്റത്തിന്റെ, വിന്നിംഗ് ടീം സിസ്റ്റം വെസ്റ്റീജുമായി ചേർന്നുള്ള പ്രവർത്തനം, അതിന്റെ സാധ്യതയാണ് കാണിക്കുന്നത്. ഒരാൾക്ക് പറ്റുമെങ്കിൽ എന്തുകൊണ്ട് മറ്റുള്ളവർക്കുമായിക്കൂടാ? ശരിയാണ്. വേണ്ടത് ആ സിസ്റ്റം പിന്തുടരാനുള്ള ഒരു മനസ്സ് മാത്രം. അതെ. അപ്പോ ഇപ്പോൾ അവരുടെ ജീവിതം എങ്ങനെയാണ്? ആ പഴയ കടക്കിണിയിൽ നിന്നും, കഴിക്കാൻ പോലുമില്ലാത്ത അവസ്ഥയിൽ നിന്നും അവരിപ്പോൾ എവിടെയാണ്? അത് വീഡിയോയിൽ കാണിക്കുന്നുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ വാക്കുകളിലും അത് വ്യക്തമാണ്. യേ ലൈഫ് ആജ് കി ടൈം മിൽത്താ ഹെ. ഇങ്ങനെയൊരു ജീവിതമാണ് ഇപ്പോൾ. അവർ സ്വപ്നം കണ്ടിരുന്ന ഒരു ലൈഫ് സ്റ്റൈൽ. അതെ. സാമ്പത്തിക സുരക്ഷ മാത്രമല്ല, അതിനേക്കാൾ പ്രധാനമായിട്ടുള്ള സമയ സ്വാതന്ത്ര്യം അതും കിട്ടി. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പാസ്വേഡ് സെക്യൂരിറ്റി ലീഹയാബ്, ഫ്രീഡം ലീഹയാബ്. പണത്തിനു വേണ്ടി ഓടേണ്ട കാര്യമില്ല, എന്നാൽ ആവശ്യത്തിന് പണം വരുന്നുമുണ്ട്. ആ പണം ആസ്വദിക്കാൻ സമയവുമുണ്ട്. അതാണ് യഥാർത്ഥ ഫ്രീഡം എന്ന് പറയുന്നത്. അതെ. സാമ്പത്തിക സുരക്ഷയും സമയ സ്വാതന്ത്ര്യവും, ഇത് രണ്ടും ഒരുമിച്ച് വരുമ്പോഴാണ് ജീവിതം ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ, കുടുംബത്തിന്റെ കൂടെ സമയം ചെലവഴിക്കാൻ, യാത്ര പോകാൻ, മറ്റുള്ളവരെ സഹായിക്കാൻ, അങ്ങനെ പലതും. അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, കൊയ് ഭി ഏസാ നഹി ജിസ്മേ ടെൻഷൻ നാ ഹോ. ടെൻഷൻ ഇല്ലാത്തൊരു ജീവിതം. ആ പഴയ കടങ്ങളെക്കുറിച്ചും ഭാവിയെക്കുറിച്ചുള്ള പേടിയെക്കുറിച്ചുമൊക്കെ ഓർത്താല് ഇപ്പോഴത്തെ ആ ഒരു മനസ്സമാധാനം, അതിന് വിലയിടാൻ പറ്റില്ല. ഒരിക്കലുമില്ല. സ്വപ്നങ്ങൾ ഓരോന്നായി നേടാൻ പറ്റുന്നൊരു ലളിതമായ മാർഗമായിട്ടാണ് അദ്ദേഹം ഇതിനെ കാണുന്നത്. വിന്നിംഗ് ടീം സിസ്റ്റത്തിലൂടെ വെസ്റ്റേജ് നൽകുന്ന ഈ അവസരം അവരുടെ ജീവിതം മാറ്റിമറിച്ചു എന്ന് തന്നെ പറയാം. ഇത് കേൾക്കുമ്പോൾ ഇതൊരു ജോലി എന്നതിനേക്കാൾ ഒരു ജീവിതം തന്നെ കെട്ടിപ്പടുക്കാനുള്ള ഒരു വഴിയാണെന്ന് തോന്നുന്നു. തീർച്ചയായും. ഇഷ്ടമുള്ള കാറ്, വീട്, യാത്രകൾ, മക്കളുടെ വിദ്യാഭ്യാസം, വീട്ടുകാരെ നോക്കുന്നത്, ഓരോരുത്തർക്കും ഓരോ സ്വപ്നങ്ങളായിരിക്കും. അതെ. ആ സ്വപ്നങ്ങളൊക്കെ നേടാൻ തെളിയിക്കപ്പെട്ട ലളിതമായ ഒരു വഴി മുന്നിലുണ്ടെങ്കിൽ ആരാണ് വേണ്ടെന്ന് വയ്ക്കുക? അതെ. ജിതേൻ ലധാനിയുടെ കാര്യത്തില് ആ തുടക്കത്തിലെ ലളിതമായ സമർപ്പണം, അതാണ് ഇന്നത്തെ ഈ ജീവിതത്തിലേക്ക് അവരെ എത്തിച്ചത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ജിതേൻ ലധാനിയുടെ കഥ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. അല്ല, അതൊരു ഉദാഹരണം മാത്രം. വിന്നിംഗ് ടീം സിസ്റ്റം പോലെയുള്ള ഒരു ശരിയായ സംവിധാനം അത് പിന്തുടർന്നാൽ ആർക്കും ഇതുപോലെ വിജയം നേടാമെന്നതിന്റെ ഒരു തെളിവ്. അതെ. വെസ്റ്റീജ് പോലൊരു നല്ല കമ്പനിയുടെ പ്രോഡക്ട്സും പ്ലാനും, കൂടെ വിന്നിംഗ് ടീമിന്റെ പരിശീലനവും സപ്പോർട്ടും, അത് കൃത്യമായി ഉപയോഗിക്കാൻ തയ്യാറായാൽ മതി. സാധാരണയിൽ സാധാരണക്കാരായ ആളുകൾക്ക് പോലും അസാധാരണമായ ജീവിതമുണ്ടാക്കാൻ പറ്റും. അതിന് വലിയ വിദ്യാഭ്യാസമോ മുൻപരിചയമോ വലിയ മുതൽമുടക്കോ അതൊന്നും ആവശ്യമില്ല. വേണ്ടത് പ്രധാനമായും ഒരു സ്വപ്നമാണ്. പിന്നെ ആ സ്വപ്നം നേടാൻ സഹായിക്കുന്ന ഈ സിസ്റ്റത്തിലുള്ള ഒരു വിശ്വാസം,
അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു ലളിതമായ സമർപ്പണം. അതെ. അപ്പോൾ ജിതേൻ ലധാനിയുടെയും കാമിനി ലധാനിയുടെയും ഈ അനുഭവത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്തു തന്നെ ആയാലും ഒരു നല്ല ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണാൻ മടിക്കരുത്. ശരിയാണ്. 2, ആ സ്വപ്നം നേടാൻ സഹായിക്കുന്ന ശരിയായ ഒരു അവസരം, ഒരു സിസ്റ്റം, അത് കണ്ടെത്തുക. വിന്നിംഗ് ടീം അങ്ങനെയൊന്നാണ്. അതെ, തെളിയിക്കപ്പെട്ട ഒന്നാണ്. 3, ആ സിസ്റ്റത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക. അത് പറയുന്ന ലളിതമായ കാര്യങ്ങൾ അതേപടി ചെയ്യുക. ഒരു നിശ്ചിത കാലത്തേക്കെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയും ലളിതമായ സമർപ്പണവും അതിന് കൊടുക്കാൻ തയ്യാറാവുക. വളരെ ശരിയാണ്. ഈ 3 കാര്യങ്ങൾ, സ്വപ്നം, ശരിയായ സിസ്റ്റം, വിന്നിംഗ് ടീം പോലെ ഒന്ന്, പിന്നെ ആ ലളിതമായ സമർപ്പണം, ഇത് 3ഉം ചേർന്നാൽ ഫലമുണ്ടാകും. അവർ കടന്നുപോയ കഷ്ടപ്പാടുകൾ, കഴിക്കാൻ പോലുമില്ലാത്ത അവസ്ഥ, കടം, പേടി, അവിടെ നിന്ന് ഇന്നത്തെ ഈ ഫിനാൻഷ്യൽ ഫ്രീഡം, പേഴ്സണൽ ഫ്രീഡം, അത് ഈ സിസ്റ്റത്തിന്റെ ശക്തിയാണ് കാണിക്കുന്നത്. അതെ, ഏറ്റവും പ്രധാനം, ഇത് സങ്കീർണമായ കാര്യങ്ങൾ ചെയ്തിട്ടല്ല നേടിയത്, ലളിതമായ കാര്യങ്ങൾ സ്ഥിരമായി ചെയ്തതുകൊണ്ടാണ്. അത് ആർക്കും ചെയ്യാവുന്ന കാര്യമാണ്. തീർച്ചയായും ആർക്കും പകർത്താവുന്നൊരു മോഡലാണ്. അപ്പോ ഇന്നത്തെ ഈ സംഭാഷണം ഇവിടെ നിർത്തുമ്പോൾ ഒരു നിമിഷം ആലോചിക്കാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ വലിയ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? കൂടുതൽ പണം, ഇഷ്ടം പോലെ യാത്ര ചെയ്യണോ, കുടുംബത്തിന്റെ കൂടെ കൂടുതൽ സമയം വേണോ, കടമില്ലാത്തൊരു ജീവിതം? ഈ സ്വപ്നങ്ങളൊക്കെ നേടാൻ ഒരു ലളിതമായ, തെളിയിക്കപ്പെട്ട ഒരു വഴി നിങ്ങളുടെ മുന്നിലുണ്ടെന്ന് വെക്കുക. ജിതേൻ ലധാനിയെയും കാമിനി ലധാനിയെയും പോലെ ആയിരക്കണക്കിന് ആളുകളെ വിജയത്തിലേക്ക് നയിച്ച അതേ വിന്നിംഗ് ടീം സിസ്റ്റം, വെസ്റ്റീജിന്റെ അവസരം. അതെ, ആ വഴിയിലൂടെ നടക്കാൻ, ആ സിസ്റ്റം ഒന്ന് പിന്തുടർന്നു നോക്കാൻ നിങ്ങൾ തയ്യാറാകുമോ? ഇതൊരു വലിയ ചോദ്യമാണ്. ഒരു പക്ഷേ ഈ ഒരു തീരുമാനം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മാറ്റത്തിന് തുടക്കമായേക്കാം. തീർച്ചയായും ആ ഒരു സാധ്യതയെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ ഒരു നല്ല കാര്യമാണ്. നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഈ സിസ്റ്റത്തെക്കുറിച്ച്, വിന്നിംഗ് ടീമിനെക്കുറിച്ച്, വെസ്റ്റീജ് അവസരത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതെ, ഒരു പക്ഷേ നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും ഒരു വഴി തുറന്നു കിട്ടിയേക്കാം. ജിതേൻ ലധാനിയെപ്പോലെ ഒരു പുതിയ ജീവിതം തുടങ്ങാൻ ഈ അറിവ് ഒരു പ്രചോദനമായേക്കാം. സാധ്യത നിങ്ങളുടെ മുന്നിലുണ്ട്. തീരുമാനം നിങ്ങളുടേതാണ്.